ഹലോ, ഇന്ന് നമ്മൾ പഠിക്കുന്ന ടോപ്പിക്കാണ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഓർഗനൈസേഷൻ്റെ ഘടന എന്താണെന്ന്. ഓക്കെ, ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഈസ് ദ ഔട്ട്കം ഓഫ് ദ ഓർഗനൈസിങ് പ്രോസസ്സ്. ഓർഗനൈസിങ് പ്രോസസ്സിൻ്റെ ഒരു റിസൾട്ടാണ് എന്തെന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു ഔട്ട്കം ആണ് എന്തെന്ന് പറയുന്നത് ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഓർഗനൈസിങ് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ കൃത്യമായിട്ട് പഠിച്ചു. എന്താണ് ഓർഗനൈസിംഗ് എന്ന് പഠിച്ചു, എന്താണ് ഓർഗനൈസിൻ്റെ സ്റ്റെപ്പുകൾ പഠിച്ചു, അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ ഇമ്പോർട്ടൻസ് പഠിച്ചു. ഇതിൻ്റെയൊക്കെ ഈ ഓർഗനൈസിങ്ങിൻ്റെ ഒരു റിസൾട്ടാണ് എന്തെന്ന് പറയുന്നത് ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഓക്കെ, ദ ഓർഗനൈസേഷൻ സ്ട്രക്ചർ ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ദ ഫ്രെയിംവർക്ക് വിത്തിൻ വിച്ച് മാനേജീരിയൽ ആൻഡ് ഓപ്പറേറ്റിംഗ് ടാസ്ക് ആർ പെർഫോംഡ്. ഇനി നോക്കി, എന്താണ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഡിഫൈൻ ചെയ്ത് പറയുകയാണെങ്കിൽ ഇതൊരു ഫ്രെയിംവർക്കാണ്, ഇതൊരു ചട്ടക്കൂടാണ്. എന്തിൻ്റെ ഫ്രെയിംവർക്കാണെന്നാണ് പറയുന്നത്? വിത്തിൻ വിച്ച് മാനേജീരിയൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് ടാസ്ക് പെർഫോം ചെയ്യുന്നതിൻ്റെ. മാനേജീരിയൽ ആൻഡ് ഓപ്പറേറ്റിംഗ് ടാസ്ക് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ടോപ്പ് ലെവലിലുള്ളവരായാലും താഴെ തട്ടിലുള്ള ലെവലിലുള്ളവരും അവരുടെ ടാസ്കുകൾ പെർഫോം ചെയ്യുന്നതിൻ്റെ അനുസരിച്ചുള്ളത്. അതിൻ്റെ ഒരു ഫ്രെയിംവർക്കാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അതായത് മാനേജീരിയൽ ടാസ്കുകളും ഓപ്പറേറ്റിംഗ് ടാസ്കുകളും പെർഫോം ചെയ്യുന്നതിൻ്റെ ഒരു എന്താണ് ഫ്രെയിംവർക്കാണ് എന്തെന്ന് പറയുന്നത് ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് സ്പെസിഫൈസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ പീപ്പിൾ, വർക്ക് ആൻഡ് റിസോഴ്സസ്. ഇത് വളരെ കൃത്യമായിട്ട് സ്പെസിഫൈ ചെയ്യുന്നുണ്ട്. എന്താണ് സ്പെസിഫൈ ചെയ്യുന്നത്? റിലേഷൻഷിപ്പാണ്. ആരൊക്കെ തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് ഇവിടെ സ്പെസിഫൈ ചെയ്യുന്നത്? പീപ്പിളും വർക്കും റിസോഴ്സസും തമ്മിലുള്ള ഒരു കൃത്യമായിട്ടുള്ള റിലേഷൻഷിപ്പ് ആര് പറയുന്നുണ്ട്? നമ്മുടെ ഓർഗനൈസേഷൻ സ്ട്രക്ചർ പറയുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് നോക്കിയേ, നമ്മൾ പുതിയൊരു ഇത് പഠിക്കുകയാണ്, ടോപ്പിക്കാണ്, അല്ലെങ്കിൽ ഒരു പുതിയൊരു വേർഡാണ് ദ സ്പാൻ ഓഫ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. എന്താണ് ദ സ്പാൻ ഓഫ് മാനേജ്മെൻറ്റ്? അല്ലെങ്കിൽ അതിന് വേറൊരു പേരിട്ട് വിളിക്കാം. എന്താണ്? ദ സ്പാൻ ഓഫ് കൺട്രോൾ എന്ന് കൂടെ വിളിക്കാം. എന്താണ് സ്പാൻ ഓഫ് മാനേജ്മെൻറ്റ്? എന്താണ്? മാനേജ്മെൻറ്റിൻ്റെ വ്യാപ്തി, അല്ലെങ്കിൽ ഇതിൻ്റെ വേറൊരു പേരാണ് സ്പാൻ ഓഫ് കൺട്രോൾ. അതിൻ്റെ മലയാളം എന്താണ്? നിയന്ത്രണ വ്യാപ്തി. ഈ രണ്ട് പേരിലും ഇത് അറിയപ്പെടുന്നത് സ്പാൻ ഓഫ് മാനേജ്മെൻറ്റ് ഓർ സ്പാൻ ഓഫ് കൺട്രോൾ. ഓക്കെ, എന്താണ് ഈ സ്പാൻ ഓഫ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്? മാനേജ്മെൻറ്റിൻ്റെ വ്യാപ്തി എന്ന് പറയുന്നത് എന്താണ് നോക്കാം. ദ സ്പാൻ ഓഫ് മാനേജ്മെൻറ്റ് ഗീവ്സ് ഷേപ്പ് ടു ദ ഓർഗനൈസേഷണൽ സ്ട്രക്ചർ. ഓർഗനൈസേഷണൽ സ്ട്രക്ചറിന് ഒരു ഷേപ്പ് കൊടുക്കുന്നു. ആരാണ് ഷേപ്പ് കൊടുക്കുന്നത്? ദ സ്പാൻ ഓഫ് മാനേജ്മെൻറ്റ്. ദ സ്പാൻ ഓഫ് മാനേജ്മെൻറ്റ് ഗീവ്സ് ഷേപ്പ്. വൺ വേർഡ് ചോദിക്കാം. ഡാഷ് ഗീവ്സ് ഷേപ്പ് ടു ദ ഓർഗനൈസേഷണൽ സ്ട്രക്ചർ. ആരാണ്? ദ സ്പാൻ ഓഫ് മാനേജ്മെൻറ്റ് ഓർ സ്പാൻ ഓഫ് കൺട്രോൾ. സ്പാൻ ഓഫ് മാനേജ്മെൻറ്റ് റെഫേഴ്സ് ടു ദ, ഒന്നുകൂടെ പറയുകയാണ്, റെഫേഴ്സ് ടു ദ നമ്പർ ഓഫ് സബോർഡിനേറ്റ്സ് ദാറ്റ് ക്യാൻ ബി എഫക്റ്റീവ്ലി മാനേജ്ഡ് ബൈ എ സുപ്പീരിയർ എന്നാണ് പറയുന്നത്. ഒന്നുകൂടെ വായിക്കൂ. സ്പാൻ ഓഫ് മാനേജ്മെൻറ്റ് റെഫേഴ്സ് ടു ദ നമ്പർ ഓഫ് സബോർഡിനേറ്റ്സ് ദാറ്റ് ക്യാൻ ബി എഫക്റ്റീവ്ലി മാനേജ്ഡ് ബൈ എ സുപ്പീരിയർ. എന്താണ് പറഞ്ഞത്? ഒരു സൂപ്പർവൈസർക്ക് വളരെ എഫക്റ്റീവായിട്ട് കൈകാര്യം ചെയ്യാൻ സാധ്യമാകുന്ന കീഴ് ജീവനക്കാരുടെ, സബോർഡിനേറ്റ്സ് ആണ് ഇവിടെ എന്തെന്ന് ഉദ്ദേശിക്കുന്നത്? കീഴ് ജീവനക്കാരന് അവരുടെ നമ്പറിനെയാണ്, എണ്ണത്തെയാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ സ്പാൻ ഓഫ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. സ്പാൻ ഓഫ് മാനേജ്മെൻറ്റ് റെഫേഴ്സ് ടു നമ്പർ ഓഫ് സബോർഡിനേറ്റ്സ്. നമ്പർ അതായത് കീഴ് ജീവനക്കാരുടെ എണ്ണം. ദാറ്റ് ക്യാൻ ബി ഇഫക്റ്റീവ്ലി മാനേജ്ഡ് ബൈ, ഈ കീഴ് ജീവനക്കാരുടെ എണ്ണം ഇവരെ ആരാണ് എഫക്റ്റീവായിട്ട് മാനേജ് ചെയ്യുന്നത്? ആരാണ്? ബൈ എ സുപ്പീരിയർ. ഇതിനെയാണ് എന്തെന്ന് പറയുന്നത്? സ്പാൻ ഓഫ് മാനേജ്മെൻറ്റ്, അല്ലെങ്കിൽ എന്താണ് പറയുന്നത്? സ്പാൻ ഓഫ് കൺട്രോൾ എന്ന് പറയുന്നത്. ഒരുപാട് കീഴ് ജീവനക്കാർ എന്താണ് നല്ല രീതിയിൽ എഫക്റ്റീവായിട്ട് മാനേജ് ചെയ്യുന്ന ഒരു സുപ്പീരിയർ, അവരുടെ എണ്ണത്തെയാണ് എന്തെന്ന് പറയുന്നത്? കീഴ് ജീവനക്കാരുടെ എണ്ണത്തെയാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ സ്പാൻ ഓഫ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ഒരു സൂപ്പർവൈസർക്ക് എഫിഷ്യൻ്റായിട്ട്, എഫക്റ്റീവായിട്ട് കൈകാര്യം ചെയ്യാൻ സാധ്യമാകുന്ന, എത്ര പേരെയാണോ സാധ്യമാകുന്നത് ആ കീഴ് ജീവനക്കാരുടെ എണ്ണത്തെയാണ്, നമ്മളെ നമ്പറിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? മാനേജ്മെൻറ്റിൻ്റെ വ്യാപ്തി, അല്ലെങ്കിൽ എന്താണ് സ്പാൻ ഓഫ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, എ പ്രോപ്പർ ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഈസ് എസെൻഷ്യൽ ടു എൻഷുർ ദ സ്മൂത്ത് ഫ്ലോ ഓഫ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ബെറ്റർ കൺട്രോൾ ഓവർ ദ ഓപ്പറേഷൻസ് ഓഫ് എ ബിസിനസ് എൻ്റർപ്രൈസ്. എന്താണ് പറയുന്നത്? ഒരു
പ്രോപ്പർ ഓർഗനൈസേഷൻ സ്ട്രക്ചർ, ഒരു നല്ല ഓർഗനൈസേഷൻ സ്ട്രക്ചർ, നല്ല രീതിയിലുള്ള പ്രോപ്പർ ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഈസ് എസെൻഷ്യൽ, അത്യാവശ്യമാണ്. എന്തിനാണ് അത്യാവശ്യം? നല്ല രീതിയിലുള്ള ഒരു ഓർഗനൈസേഷൻ സ്ട്രക്ചർ അത്യാവശ്യമാണ്. എവിടെയാണ് അത്യാവശ്യം? ടു എൻഷുർ ദ സ്മൂത്ത് ഫ്ലോ ഓഫ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ബെറ്റർ കൺട്രോൾ ഓവർ ദ ഓപ്പറേഷൻസ് ഓഫ് എ ബിസിനസ് എൻ്റർപ്രൈസ്. ഒരു ബിസിനസ് എൻ്റർപ്രൈസിലെ നല്ല രീതിയിൽ വർക്കുകൾ അല്ലെങ്കിൽ നല്ല രീതിയിൽ കമ്മ്യൂണിക്കേഷൻസ് ഒക്കെ കീഴ് ജീവനക്കാരോടും ഉയർന്ന തലത്തിലുള്ളവരോടൊക്കെ നല്ല രീതിയിൽ കമ്മ്യൂണിക്കേഷനും അല്ലെങ്കിൽ നല്ല രീതിയിൽ റിലേഷൻഷിപ്പും അല്ലെങ്കിൽ നല്ല രീതിയിൽ അവരൊക്കെ കൺട്രോൾ ചെയ്ത് നിർത്താനും ഒക്കെ നല്ല രീതിയിൽ സ്മൂത്തായിട്ട് പോകണമെങ്കിൽ അവിടെ അത്യാവശ്യമാണെന്നാണ് പറയുന്നത്? നല്ലൊരു ഓർഗനൈസേഷൻ സ്ട്രക്ചർ അത്യാവശ്യമാണ്, ഈസ് എസെൻഷ്യൽ. എന്തിനാണ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ അത്യാവശ്യമാണെന്ന് പറയുന്നത്? അതായത് എന്തിനാണ് അത്യാവശ്യം എന്ന് പറയുന്നത്? അവരുടെ കാര്യങ്ങളൊക്കെ സ്മൂത്തായിട്ട് ഫങ്ഷൻ ചെയ്ത് പോകാനായിട്ട്, അല്ലെങ്കിൽ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്ത് പോകാനായിട്ട്, നല്ല റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് പോകാനായിട്ട് നമുക്ക് നല്ല രീതിയിലുള്ള അത്യാവശ്യമാണ്? ഒരു ഓർഗനൈസേഷൻ സ്ട്രക്ചർ അത്യാവശ്യമാണ്. ഓക്കെ, അപ്പോൾ ഓർക്കുക, സ്പാൻ ഓഫ് മാനേജ്മെൻറ്റ് എന്താണ്, അല്ലെങ്കിൽ അതിൻ്റെ വേറൊരു പേരെന്താണ്? സ്പാൻ ഓഫ് കൺട്രോൾ. മറക്കരുത്. ഓക്കെ, ഇനി ഒന്നുകൂടി നമ്മൾ സ്പാൻ ഓഫ് മാനേജ്മെൻറ്റ് ഒന്നുകൂടെ പഠിക്കുകയാണ്. സ്പാൻ ഓഫ് മാനേജ്മെൻറ്റ് റെഫേഴ്സ് ടു ദ നമ്പർ ഓഫ് സബോർഡിനേറ്റ്സ് ദാറ്റ് ക്യാൻ ബി എഫക്റ്റീവ്ലി മാനേജ്ഡ് ബൈ എ സുപ്പീരിയർ ഓർ ഹൗ മെനി സബോർഡിനേറ്റ്സ് ആർ അണ്ടർ വൺ സുപ്പീരിയർ. അല്ലെങ്കിൽ എന്തെന്ന് പറയാം, എങ്ങനെയാണ്, എത്ര പേരാണ് ആ ഒരു സുപ്പീരിയറിൻ്റെ അണ്ടറിൽ വരുന്നത്, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ആ ഒരു നമ്പറാണ്, ഇതിനെയാണ് നമ്മൾ സ്പാൻ ഓഫ് മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ സ്പാൻ ഓഫ് കൺട്രോൾ എന്ന് പറയുന്നത്. സ്പാൻ ഓഫ് മാനേജ്മെൻറ്റ് എന്തൊക്കെയാണ് ഡിറ്റർമിൻ ചെയ്യുന്നത്? ദ ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റ് സ്ട്രക്ചർ. അതായത് മാനേജ്മെൻറ്റിൻ്റെ ലെവലിൻ്റെ ഒരു സ്ട്രക്ചർ തന്നെ ഡിറ്റർമിൻ ചെയ്യുന്നുണ്ട്. സ്പാൻ ഓഫ് മാനേജ്മെൻറ്റ് ഡിറ്റർമിൻ ചെയ്യുന്നുണ്ട്. ദ സ്പാൻ ഓഫ് കൺട്രോൾ ഡിപ്പെൻഡ്സ് അപ്പോൺ. ഈ സ്പാൻ ഓഫ് കൺട്രോൾ എന്തിനെ ആശ്രയിച്ചിരിക്കുന്നു? മാനേജ്മെൻറ്റിൻ്റെ ഈ നിയന്ത്രണ വ്യാപ്തി, കൺട്രോൾ എന്തിനൊക്കെയാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്, ആശ്രയിച്ചിരിക്കുന്നത്? കപ്പാസിറ്റി ആൻഡ് ഇൻ്റലിജൻസ് ലെവൽ ഓഫ് മാനേജേഴ്സ് ആൻഡ് എംപ്ലോയീസ്. നമ്മുടെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന മാനേജേഴ്സിൻ്റെയും എംപ്ലോയീസിൻ്റെയും അവരുടെ ഒരു കപ്പാസിറ്റി ആൻഡ് അവരുടെ ഒരു കഴിവും അവരുടെ ഒരു ഇൻ്റലിജൻസും അനുസരിച്ചിരിക്കും എന്തെന്ന് പറയുന്നത് നമ്മളെ മാനേജ്മെൻറ്റിൻ്റെ സ്പാൻ ഓഫ് മാനേജ്മെൻറ്റും അല്ലെങ്കിൽ അതിൻ്റെ ഒരു സ്പാൻ ഓഫ് മാനേജ്മെൻറ്റ് ഓർ കൺട്രോൾ എന്ന് പറയും. സ്പാൻ ഓഫ് കൺട്രോൾ എന്ന് പറയുന്നത് ഏതിനൊക്കെ ആശ്രയിച്ചിരിക്കും? നമ്മുടെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിൻ്റെ അല്ലെങ്കിൽ മാനേജേഴ്സിൻ്റെ ഇൻ്റലിജൻസും കപ്പാസിറ്റിയും അനുസരിച്ചിരിക്കും സ്പാൻ ഓഫ് കൺട്രോൾ എന്ന് പറയുന്നത്. ഓക്കെ, വേർഡ് നമുക്ക് വളരെ ബുദ്ധിമുട്ടായിട്ട് തോന്നാം, പക്ഷെ ഒന്നുമില്ല, സിമ്പിളാണ്. ഓക്കെ, സ്പാൻ ഓഫ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ? അതായത് എന്താണ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ? സിമ്പിളായിട്ട് പറഞ്ഞാൽ ഓർഗനൈസിങ് പ്രോസസ്സിൻ്റെ ഒരു റിസൾട്ടാണ് എന്തെന്ന് പറയുന്നത്? ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർലി ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. എന്തിനെക്കുറിച്ചാണ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ ക്ലിയർലി ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? ഓപ്പറേഷണൽ ആൻഡ് മാനേജീരിയൽ ടാസ്ക് പെർഫോം ചെയ്യുന്നതിൻ്റെ ഒരു ഫ്രെയിം വർക്കാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ പുതിയ പഠിച്ചൊരു വേർഡാണ് സ്പാൻ ഓഫ് മാനേജ്മെൻറ്റ് ഓർ സ്പാൻ ഓഫ് കൺട്രോൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു പുതിയൊരു ഇതിലില്ല, ടെക്സ്റ്റ് ബുക്കിലുള്ളൊരു കാര്യമാണ് നമ്മുടെ സ്പാൻ ഓഫ് മാനേജ്മെൻറ്റിൻ്റെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തെല്ലാമാണെന്ന്. നമ്മൾ 2 ഫാക്ടർ ഇപ്പോൾ പഠിച്ചു ഇല്ലേ? എന്തിനനുസരിച്ചിരിക്കുന്നു പറഞ്ഞു? എന്തൊക്കെയാണ്? ഡിപ്പെൻഡ്സ് അപ്പോൾ പഠിച്ചു. മാനേജറുടെ സൂപ്പർവൈസേഴ്സിൻ്റെ ഒക്കെ കപ്പാസിറ്റി അല്ലെങ്കിൽ അവരുടെ ഇൻ്റലിജൻസ് എഫക്റ്റ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. ദെൻ നെക്സ്റ്റ് ഒരു പോയിന്റ് പറയുമ്പോൾ വേറൊരു ഫാക്ടർ പറയുന്നത് എന്താണ്? നേച്ചർ ഓഫ് വർക്ക് അസൈൻഡ്. അതായത് ഏൽപ്പിച്ച ജോലികളുടെ ഒരു സ്വഭാവം അനുസരിച്ചിരിക്കും നമ്മുടെ സ്പാൻ ഓഫ് കൺട്രോൾ എന്ന് പറയുന്നത്. എന്താണ്? നേച്ചർ ഓഫ് വർക്ക് അസൈൻഡ്. ദെൻ ഫസ്റ്റ് വൺ പറയുന്നു കപ്പാസിറ്റി ഓഫ് സുപ്പീരിയർ. ഫാക്ടേഴ്സ് ഡിറ്റർമിൻ ദ സ്പാൻ ഓഫ് കൺട്രോൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് വൺ എഴുതേണ്ടത് എന്താണ്? കപ്പാസിറ്റി ഓഫ് സുപ്പീരിയറുടെ കപ്പാസിറ്റി, ഒരു സൂപ്പർവൈസർക്ക് ഉൾക്കൊള്ളാനുള്ള കഴിവ് എന്ന് പറയുന്നത്. രണ്ടാമത്തത് കപ്പാസിറ്റി ഓഫ് കേപ്പബിലിറ്റീസ് ഓഫ് സബോർഡിനേറ്റ്സ്. കേപ്പബിലിറ്റീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ജീവനക്കാരുടെ ഒരു കേപ്പബിലിറ്റീസ് എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു കാര്യപ്രാപ്തി. ദെൻ തേർഡ് വൺ പറയുന്നത് എന്താണ്? നേച്ചർ ഓഫ് വർക്ക് അസൈൻഡ്, അതായത് ഏൽപ്പിച്ച ജോലികളുടെ ഒരു സ്വഭാവം എങ്ങനെയാണ്. ദെൻ ഫിസിക്കൽ ലൊക്കേഷൻ, അതായത് ഭൗതിക പ്രദേശം, എന്തൊക്കെയാണ് നമ്മുടെ കമ്പനി എവിടെയാണ് നിൽക്കുന്നത്, ആ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് അതിൻ്റെ ഒരു ഏരിയ എങ്ങനെയാണ്, ഇതൊക്കെ അനുസരിച്ചാണ് ഈ ഫാക്ടേഴ്സൊക്കെയാണ് നമ്മുടെ എന്തിൻ്റെ ഫാക്ടേഴ്സ് എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്? നമ്മുടെ സ്പാൻ ഓഫ് മാനേജ്മെൻറ്റിനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ്. ഓക്കെ,
അപ്പോൾ എന്താണ് സ്പാൻ ഓഫ് ഫാക്ടേഴ്സിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഒന്നുകൂടെ പറഞ്ഞേ? കപ്പാസിറ്റി ഓഫ് സുപ്പീരിയർ, ദെൻ എന്താണ് കേപ്പബിലിറ്റീസ് ഓഫ് സബോർഡിനേറ്റ്സ്, 3 നേച്ചർ ഓഫ് വർക്ക് അസൈൻഡ്, 4 ഫിസിക്കൽ ലൊക്കേഷൻ. 4 പഠിച്ചാൽ മതി. ഓക്കെ. അപ്പോൾ ഏതൊക്കെയാണ് സ്പാൻ ഓഫ് മാനേജ്മെൻറ്റിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ്? കപ്പാസിറ്റി ഓഫ് സുപ്പീരിയർ, കേപ്പബിലിറ്റീസ് ഓഫ് സബോർഡിനേറ്റ്സ്, നേച്ചർ ഓഫ് വർക്ക് അസൈൻ, ഫിസിക്കൽ ലൊക്കേഷൻ. അപ്പോൾ നമ്മൾ ഫാക്ടേഴ്സ് അഫക്റ്റ് ചെയ്യുന്ന സ്പാൻ ഓഫ് കൺട്രോൾ നമ്മൾ പഠിച്ചു. പക്ഷേ വേറൊരു കാര്യമുണ്ട്, എന്താണ് സ്പാൻ ഓഫ് കൺട്രോൾ? നമ്മൾ ഫാക്ടേഴ്സ് പഠിക്കുമ്പോഴായാലും എന്താണ് നമ്മൾ പഠിക്കുന്ന ടോപ്പിക്ക്? സ്പാൻ ഓഫ് കൺട്രോൾ ഓർ സ്പാൻ ഓഫ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. എന്താണ് സ്പാൻ ഓഫ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്? സ്പാൻ ഓഫ് മാനേജ്മെൻറ്റ് റെഫേഴ്സ് ടു ദ നമ്പർ ഓഫ് സബോർഡിനേറ്റ്സ്. എന്താണ്? ദ നമ്പർ ഓഫ് സബോർഡിനേറ്റ്സ് ദാറ്റ് ക്യാൻ ബി ഇഫക്റ്റീവ്ലി മാനേജ്ഡ് ബൈ എ സുപ്പീരിയർ. എന്താണ് പറഞ്ഞത്? ഒരു സൂപ്പർവൈസർക്ക് കൈകാര്യം ചെയ്യാൻ സാധ്യമാകുന്ന കീഴ് ജീവനക്കാരുടെ സബോർഡിനേറ്റ്സിൻ്റെ നമ്പറിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? മാനേജ്മെൻറ്റിൻ്റെ വ്യാപ്തി എന്ന് പറയുന്നത്. മാനേജ്മെൻറ്റിൻ്റെ വ്യാപ്തി എന്ന് പറഞ്ഞാൽ സ്പാൻ ഓഫ് മാനേജ്മെൻറ്റ്. ഓക്കെ. കൃത്യമായിട്ട് ടെക്സ്റ്റ് ബുക്ക് വായിക്കുക, നല്ല രീതിയിൽ അത് മനസ്സിലാക്കാം. ബുദ്ധിമുട്ടാണെന്ന് തോന്നുന്നു സ്പാൻ ഓഫ് മാനേജ്മെൻറ്റ്. ഒന്നുമില്ല, അത് വളരെ സിമ്പിളാണ്. ഓക്കെ. അപ്പോൾ ഇന്നിപ്പോൾ ഇത്രയേ എടുക്കുന്നുള്ളൂ. ഈ സ്പാൻ ഓഫ് മാനേജ്മെൻറ്റ് എന്താണ്, ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്താണ്, ഈ 2 കാര്യങ്ങൾ വളരെ വൃത്തിയായിട്ട് പഠിക്കുക. ഓക്കെ. താങ്ക് യു.